ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജമാൽ എറണാകുളം. ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ഐക്യരനാട് പഞ്ചായത്തിലാണ്. ഇവിടെ ഒരു 40 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ട് കേട്ടോ. ആ വീട് 10 സെന്റ് ആയിട്ട് വേണമെങ്കിൽ വിൽക്കും. അപ്പൊ അതിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ആ ബസ് റൂട്ടിൽ നിന്നും കറക്റ്റ് 600 മീറ്റർ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്ന എല്ലാ സൗകര്യവും നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ പ്ലോട്ടിലേക്കുള്ള വഴിയുടെ സൗകര്യം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് 2 വഴിയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു വഴിയാണ്. അതായത് ബസ് റൂട്ടിൽ നിന്ന് 600 മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക്. ഇത് നമ്മുടെ വലമ്പൂർ പള്ളിയാണ് കേട്ടോ, ക്രിസ്ത്യൻ ചർച്ച്. ഇവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്. അപ്പൊ ആ ക്രിസ്ത്യൻ ചർച്ചിന്റെ സൗകര്യമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇവിടെ യാക്കോബിറ്റും ഉണ്ട്, ഓർത്തഡോക്സും ഉണ്ട്. അങ്ങനെ 2 ചർച്ചുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സൗകര്യമൊക്കെയാണ് നമ്മളിപ്പോ ഈ കാണിക്കുന്നത്. കറക്റ്റ് 1 കിലോമീറ്റർ ആണ് ഇവിടുന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്ലോട്ട് നമുക്ക് കാണാം. വീഡിയോ 2 മിനിറ്റ് കൂടിയാലും നമുക്ക് അതിന്റെ സൗകര്യവും കാര്യങ്ങളും അതിലേക്ക് പോകുന്ന വഴിയും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. നാളെ ഒരിക്കൽ ആരെങ്കിലും വന്നാലും ഈ വഴി അല്ലാണ്ട് വേറൊരു വഴിക്ക് നമുക്ക് വരാൻ പറ്റൂല. ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ആ ടാറിങ് റോട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പൊ നമ്മൾ കണ്ടത്. ആ ടാറിങ് റോട്ടിൽ നിന്ന് വരുന്ന കട്ട വിരിച്ച വഴി നേരെ പോകുന്നതാണ്. ആ വഴിയും ഒരു ബസ് റോഡിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഏതെല്ലാം വന്നാലും നമുക്ക് ഈ സ്ഥലത്ത് വരാം. ഇത് എറണാകുളം ജില്ലയിൽ ഐക്യരനാട് പഞ്ചായത്തിൽ കടയിരിപ്പിന് സമീപമാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പൊ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അതിന്റെ അയൽവക്ക വീടുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ തൊട്ടടുത്ത് നല്ല നല്ല വീടുകളൊക്കെ നമുക്കുണ്ട്. ഈ കട്ട വിരിച്ച വഴിയിൽ നിന്ന് ഒരു മണ്ണ് വഴിയാണ് കേട്ടോ. ഒരു 100 മീറ്റർ മണ്ണ് വഴി. ബസ് റോട്ടിൽ നിന്ന് 600 മീറ്റർ മാത്രം. ഇത് തൊട്ടടുത്തുള്ള വീടാണ്. ഈ വീട് കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണിക്കുന്ന വീടാണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് മണ്ണ് വഴിയാണ്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇത്തിരി മോശമായിട്ട് കിടക്കാണ്. എന്നാലും വാഹനങ്ങളൊക്കെ വരും. ഈ കാണുന്ന വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് 40 സെന്റ് സ്ഥലവും വീടുമാണ്. ഇത് 10 സെന്റ് സ്ഥലവും വീടുമായിട്ട് കൊടുക്കൂട്ടോ. ഇതാണ് നമ്മുടെ അതിര് തുടങ്ങുന്നത്. ഇവിടെ നേരെ തന്നെ അതിര് 40 സെന്റിന്റെ അതിരാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഇവിടുന്ന് മുതൽ ഈ വീട് ഉൾപ്പെടെ 10 സെന്റ് വേണമെങ്കിൽ നമുക്ക് തരും. വില നമുക്ക് പറയാം. ആദ്യം നമുക്ക് സ്ഥലവും ആ വീടും ഇതെല്ലാം നമുക്ക് കാണാം. അത് പരിചയപ്പെട്ടിട്ട് വിലയും കാര്യങ്ങളും നമുക്ക് പറയാം കേട്ടോ. ഈ വഴി നേരെ പോകുന്നുണ്ട്. ഈ മണ്ണ് വഴി അടുത്ത പറമ്പിലേക്ക് പോകുന്ന വഴിയാണത്. അപ്പൊ ആ വഴിയുടെ സൈഡിലാണിത്. അപ്പൊ ഈ വഴിയൊക്കെ നമുക്ക് അവകാശമുള്ളതാണ് കേട്ടോ. ഇത് 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. വീട് ഇത്തിരി പഴയതാണ് കേട്ടോ. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ബാത്റൂം മാത്രമാണ് ഇതിലുള്ളൂ. അത് അറ്റാച്ച്ഡ് ആണ്. ഇത് മണ്ണ് വഴിയാണ് ആ വരുന്നത്. പിന്നെ നാളെ ഒരിക്കൽ ആരെയും വരുമ്പോൾ ഇത് ചെളിയാണ് അല്ലെങ്കിൽ മണ്ണ് വഴിയാണ് എന്ന് പറഞ്ഞേക്കരുത്. ആര് വന്നാലും വഴി നിലവിൽ ഇങ്ങനെ തന്നെയാണ്. നാളെ ഒരിക്കൽ നന്നാവാം. കാരണം പഞ്ചായത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ടാറിംഗ് ഒക്കെ വരാം. അല്ലെങ്കിൽ കട്ട വിരിക്കൽ തന്നെ നടക്കും. ഇത് കിണറുണ്ട് കേട്ടോ. ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളമാണ് കണ്ടോ. കണ്ണീര് പോലത്തെ വെള്ളം, ശുദ്ധമായ കിണർ വെള്ളം. പിന്നെ ആ കിണർ കെട്ടിയേക്കണെയാണ്. അതിന്റെ തേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ്. ഇതാണ് 40 സെന്റ് സ്ഥലം ബാക്കിലേക്ക്. പിന്നെ ഈ സ്ഥലം ഈ 10 സെന്റായിട്ട് വേണമെങ്കിൽ മുറിച്ച് വിൽക്കും കേട്ടോ. 5 സെന്റോ 10 സെന്റായിട്ട് മുറിച്ച് വിൽക്കും. അതേപോലെ ഈ വീട് 10 സെന്റായിട്ട് വിൽക്കും. ഇനി 15 സെന്റ് വേണമെങ്കിൽ അങ്ങനെയും തരും. ഈ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞതാണ്. ടൈലൊന്നും ഇട്ടിട്ടില്ല. തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ആ വീടാണ് തൊട്ട അയൽവക്കത്തുള്ള വീട്. ഇതൊരു തൊഴുത്താണ് കേട്ടോ. പഴയ കാലത്ത് തൊഴുത്തുണ്ടായതാ. അതൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പൊ തൊഴുത്തൊന്നുമില്ല. പലർക്കും സംശയമുണ്ടോ ഇതെന്തായി നിൽക്കണേന്ന്. അത് തൊഴുത്തായിരുന്നു. തൊഴുത്ത് കളഞ്ഞതാണത്. നല്ല മിറ്റമൊക്കെ ഉണ്ട്. 2-3 കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് റോഡ് സൈഡാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തേ കയറാം കേട്ടോ. ഇത് ബ്ലാക്ക് ഓക്സൈഡ് അടിച്ചേക്കണെയാണ് ഫ്രണ്ടില്. ടൈലൊന്നും ഇട്ടതല്ല. ടൈൽ വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. വീടിന്റെ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇതില് 2 ബെഡ്റൂമാണ് ഉള്ളത്. 2 ബെഡ്റൂമും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരൻ കണ്ട ഈ വീട് മനസ്സിലാവും. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വിളിക്കുകയും വരികയും ചെയ്താൽ മതി.
വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്, അതും നമുക്ക് കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ്. ഇതൊക്കെ വലിപ്പമുള്ള റൂമാണ് കേട്ടോ. അടി സിമെന്റ് ഇട്ടേക്കണെയാണ്, അതായത് കോൺക്രീറ്റ് ഇട്ടിട്ട് സിമെന്റ് ഇട്ടേക്കണെയാണ് അടി. ഈ സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ ചെന്ന ചർച്ച് ഉണ്ട്, അതേപോലെ 1 കിലോമീറ്റർ ചെന്ന അമ്പലമുണ്ട്, 4 കിലോമീറ്റർ ചെന്ന നമസ്കാര പള്ളിയുണ്ട്. പിന്നെ സ്കൂള്, കോളേജ് എല്ലാം നമുക്ക് 2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. ഹോസ്പിറ്റൽ എല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഹോസ്പിറ്റലൊക്കെ 1 കിലോമീറ്റർ ചുറ്റളവിൽ. അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് 10 സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്നത് 35 ലക്ഷം രൂപ ചോദിക്കുന്നു. പിന്നെ 5 സെന്റോ 10 സെന്റോ നമുക്ക് മുറിച്ചു തരൂ കേട്ടോ. അതിന് ചോദിക്കുന്നത് 1 സെന്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ടത് 97 44 56 76 36 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ വിളിച്ചാൽ കിട്ടില്ലേ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.